34 കോടി രൂപ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഖ്യ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ സംഭാവന ചെയ്തു. അതിന്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. അതിനേക്കാൾ കൂടുതല് പിന്നെ രോഗങ്ങളുള്ളവരുണ്ട്, അവരെയൊക്കെ സഹായിക്കായിരുന്നു. ഒരു 10 പേരെങ്കിലും. 34 കോടിയൊക്കെ വളരെ കൂടുതലല്ലേ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ മലയാളികൾ കാണിച്ചിട്ടുള്ള ഒരു സന്മനസ്സിന് എന്താ പറയുക? അത് നല്ലത് തന്നെയാണ്. എന്നാലും ഒരാൾക്ക് വേണ്ടിട്ട് അത്രയും മുടക്കണ്ടായിരുന്നു. എല്ലാവരോടും ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. കാരണം സൗണ്ട് ഇല്ല, ചുമ വന്നിട്ട് സൗണ്ടൊക്കെ പോയി. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് 34 കോടി രൂപ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നേറിയതുകൊണ്ടാണ് അത് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ആ 34 കോടി രൂപ ആയപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം നമ്മൾ മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നിച്ചപ്പോ ഇത്രയും വലിയൊരു തുക കണ്ടെത്താനായി. കാരണം ആദ്യം എല്ലാവരും ഒരു സങ്കടത്തിലായിരുന്നു, ഡൗട്ടിലായിരുന്നു, ആ പൈസ ആവുമോ ഇല്ലയോ എന്നൊക്കെ. 2-3 ദിവസമായപ്പോ 1 കോടി 2 കോടി എങ്ങനെ ആയത്. പക്ഷെ അതില് പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് 34 കോടി രൂപയായി. നമ്മുടെ നാട്ടിലെ പല ആളുകളും ഒന്നുമില്ലാത്ത അന്നന്ന് ജീവിച്ചു പോന്ന, അന്നന്ന് ചെലവ്, അന്നന്ന് അധ്വാനിച്ച് കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവരെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു. 5 രൂപയാവട്ടെ 10 ആവട്ടെ, ഒരാളുകൾക്കും എന്താണോ ആവുന്നത് ആ സംഖ്യ കൊടുത്ത് ആ 34 കോടി രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു. ഞാനിവിടെ ഇവരെ കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല, പക്ഷെ ഇത് കേട്ടപ്പോ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം. കാരണം അത് വലിയൊരു തുകയായിരുന്നു. അത്രയും വലിയ തുക ഒരാളെ രക്ഷിക്കാൻ വേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഒരു ഡൗട്ട്, ഈ പറഞ്ഞ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണോ അങ്ങനെ വന്നിരുന്നെങ്കിൽ ആർക്കും വരാതിരിക്കട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കട്ടെ. പറയാണ്, ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇതുപോലെ പറയുമായിരുന്നോ, ഇത് വലിയൊരു തുകയാണ് 34 കോടി രൂപ, അതുകൊണ്ട് നിങ്ങൾ ആരും ഈ പൈസ പിരിച്ചു തരണ്ട, ഇത്രയും വലിയ തുക ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇതൊരു വലിയ തുകയാണ് എന്ന് പറയുമായിരുന്നോ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ പോലും ജാതി മതമോ ഒന്നും പേരോ ഒന്നും നോക്കാതെ എല്ലാവരും ഒന്നിച്ചു മുന്നേറി, എല്ലാവരും ഒത്തൊരുമയോടെ ഒരു കൂട്ടായ്മയോടെ മുന്നേറിയപ്പോ ആ പൈസ കിട്ടിയെങ്കിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓരോ മലയാളികളും ആരുടെ മുമ്പിൽ തല ഉയർത്തി പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരാൾ ജയിലിൽ കിടന്നപ്പോ, ഇന്നാളെ പേര് വെച്ചിട്ടല്ല പറയണ്ടേ, ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോ ആ ജീവന്റെ വിലയായിട്ട് നമ്മുടെ മലയാളികൾ ഒന്നിച്ചപ്പോ ഇത്രയും വലിയൊരു തുക കണ്ടെത്താനായി അങ്ങനെ പറയണം. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടി വന്നല്ല, ഇപ്പോഴും പറയാണ്. പക്ഷെ അത് കണ്ടപ്പോ, അത് കേട്ടപ്പോ ഇങ്ങനെ എനിക്ക് പറയണം തോന്നി. ഇനിയും അങ്ങോട്ട് നമ്മളിൽ നിന്ന് ആര് ബുദ്ധിമുട്ടിയാൽ, ഇതുപോലെ ആരും ബുദ്ധിമുട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ ഒന്നിച്ചാൽ അവർ രക്ഷപ്പെടുത്താൻ ആകുമെന്നൊരു തെളിവാണ് ഈ 34 കോടി രൂപ.